Yes, Lord Jesus, open our minds, Lord. Open our minds as you opened the minds of your disciples, Lord, so that we can understand your scriptures, Lord. Give us a teachable heart, Lord Jesus, so that, Lord, we can understand your scriptures. Yes, Lord. Give us a teachable heart, Lord, that once, oh hallelujah, Lord, not only that we understand your scriptures, but we obey them, Lord, so that, Lord Jesus, it produces 100-fold for the glory of your kingdom, Lord. Yes, Lord, we promise to give you all the glory and the honor, Lord, and our worship and our exaltation, Lord, because there is none like you, Lord. There is none like you. Amen. And you alone deserve our worship. And we promise to give you all our worship, Lord. Father, we make this prayer in Jesus' name. Amen. Lord, as I stand here, Lord, I take authority in your name, Lord. In the name of Jesus Christ of Nazareth, I command every force of darkness and evil that may be anywhere here, in any person, in any object or thing, in the air above or in the ground below, I command it to be bound in the name of Jesus Christ of Nazareth. Amen. I bind every stronghold operating in any person here. I bind it in the name of Jesus Christ of Nazareth. And Amen. I command it to go to the feet of Jesus. Amen. So that every word that is spoken here will bear 100-fold for the glory of the kingdom of God. And the evil one will not steal any word. Amen. Because it belongs to us. And we are the children of God. And the people said, Amen. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ദൈവത്തിന്റെ വചനത്തിലൂടെ മനസ്സിലാക്കിയത് എന്താണെന്ന് ഓർക്കുന്നുണ്ടോ? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇച്ചിരി നേരത്തെയാണ് വചന ശുശ്രൂഷ നിർത്തിയത്. അത് ഓർക്കുന്നുണ്ടോ? ഹല്ലേലൂയ. പക്ഷെ അന്ന് പങ്കുവെച്ച വചനം എന്താണെന്ന് ഓർക്കുന്നുണ്ടോ? പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന ഇതാണ്. നമുക്കറിയാം, വിത്ത് വിതയ്ക്കുന്ന ആ ഉപമയില്ലേ, വിതച്ച് അത് നിലത്ത് വീഴുന്നതിന് മുമ്പ് തന്നെ മറ്റവനൊന്ന് കൊണ്ടുപോകും. കാരണം ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ ആഴമായി പതിച്ചു വെച്ചാൽ മാത്രമേ അത് ഫലം പുറപ്പെടുവിക്കുകയുള്ളൂ. അല്ലെങ്കിൽ പലപ്പോഴും കേൾക്കും, മനസ്സിലാക്കും, ബുദ്ധിയിൽ മനസ്സിലാക്കും, അതോടുകൂടി അത് മറന്നും പോകും. കേൾക്കുന്ന അതേ സ്പീഡിൽ മറന്നു പോകും. നമ്മൾ കഴിഞ്ഞ ആഴ്ച പങ്കുവെച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ്. യേശു ക്രിസ്തു ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ചാണ്. നമുക്ക് പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ഓരോരുത്തരും ആ ന്യായസിംഹാസനത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമ്മൾക്ക് ഏറ്റു പറയുവാൻ പറ്റുന്നത് ഒരേ ഒരു കാര്യമേ ഉള്ളൂ. അത് ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് മാത്രം. ആ നീതി മാത്രമേ നമ്മൾക്ക് വിലപിടിപ്പുള്ളതുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്ത പ്രവൃത്തികളോ, നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങളോ, നമ്മൾ അനുസരിച്ച നിയമങ്ങളോ ഒന്നും നമ്മൾക്ക് ആ സമയത്ത് ഉപകാരപ്പെടുകയില്ല. എല്ലാം നല്ലതാണ്. പക്ഷേ നമ്മളുടെ ആ വിധി കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ആകെ ഒരേ ഒരു കാര്യം, യേശു ക്രിസ്തുവിൻ്റെ നീതി, ദ റൈറ്റ്യസ്നെസ് ഓഫ് ഗോഡ്. അതിനുവേണ്ടി തന്നെയാണ് യേശു ക്രിസ്തു നമ്മൾക്ക് ഓരോരുത്തർക്കും വേണ്ടി വ്യക്തിപരമായി മരിച്ചത്. കാരണം പാപമില്ലാത്തവനെ പാപമാക്കി, നാൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി. എന്തിന്? ദൈവത്തിൻ്റെ നീതി നമ്മൾ ഓരോരുത്തരും അവനിലാകുവാൻ വേണ്ടിയാണ്. അപ്പോൾ അത് മാത്രമേ വിലപിടിപ്പുള്ളതുള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ആ നീതിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതാണ്, ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ചിലർ പറയും, കോമേഴ്സായിട്ട് ബന്ധപ്പെട്ടവർ പറയും, ദ ബോട്ടം ലൈൻ. നമ്മൾ ഈ ജീവിതം മുഴുവൻ കഴിഞ്ഞിട്ട് ദ ബോട്ടം ലൈൻ ഈസ്, ആർ യു ഇൻ ദ റൈറ്റ്യസ്നെസ് ഓഫ് ഗോഡ് ഓർ നോട്ട്? നമ്മൾ ചെയ്ത കാര്യങ്ങളോ ചെയ്യാത്ത കാര്യങ്ങളോ ഒന്നും ഈ നീതിയായിട്ട് നോക്കുമ്പോൾ നീതിക്ക് മാത്രമേ നമ്മളെ രക്ഷിക്കുവാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് 1 പത്രോസ് 4-ാമത്തെ വചനത്തോടെ പോവുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ്. നമ്മൾ ഓരോരുത്തരും ദൈവം വിളിക്കപ്പെട്ടവരാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, വിശ്വാസത്തിലേക്ക് വന്നവരാണ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ആ ദൈവത്തിൻ്റെ വചനം ആഗ്രഹിക്കുന്നതനുസരിച്ചാണോ നമ്മൾ ജീവിക്കുന്നത്? ദൈവത്തിൻ്റെ നീതിയുടെ കീഴിലാണോ നമ്മൾ ജീവിക്കുന്നത് എന്ന് നമ്മളെ തന്നെ ആത്മപരിശോധന ചെയ്യണം. അതുകൊണ്ടാണ് നമുക്കറിയാം, കൊരിന്ത്യർ ലേഖനത്തിൽ ഈ അപ്പം മുറിക്കുന്ന ശുശ്രൂഷയെക്കുറിച്ച് പറയുമ്പോൾ ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ജഡ്ജ് യുവർ സെൽവ്സ് സോ ദാറ്റ് യു ഷാൽ നോട്ട് ബി ജഡ്ജ്ഡ്. നമ്മൾ നമ്മളെ തന്നെ വിധിക്കണം. വിധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ ആത്മപരിശോധന നടത്തണം, സോ ദാറ്റ് സമൺ എൽസ് വിൽ നോട്ട് ജഡ്ജ് യു. നമ്മളെ വിധിക്കാതിരിക്കുവാനായിട്ട്. സിസ്റ്റർ ഒന്ന് വായിക്കാമോ? 1 പത്രോസ് 4:17-18. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുകയല്ല, നമ്മൾ തെറ്റായി വിചാരിക്കുന്ന ഒരു കാര്യമല്ല, മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇതാണ്, ദൈവം സ്നേഹമാണ്. തീർച്ചയായിട്ടും ദൈവം സ്നേഹമാണ്, അതുകൊണ്ട് എല്ലാവരും രക്ഷപ്പെടും. തീർച്ചയായിട്ടും അല്ല. ദൈവം സ്നേഹമാണ്, യെസ്.
ബട്ട് എവരിവൺ വിൽ ബി സേവ്ഡ്? നോ. വായിച്ചു കേട്ടു. എന്തെന്നാൽ വിധിയുടെ സമയം സമാഗതമായിരിക്കുന്നു. ആരൊക്കെ വിശ്വസിക്കുന്നുണ്ട് യേശുക്രിസ്തുവിന്റെ വരവ് അടുത്തിരിക്കുകയാണെന്ന്? ഹല്ലേലൂയ. ദൈവത്തിന്റെ ഭവനത്തിലായിരിക്കും അത് ആരംഭിക്കുക. അത് നമ്മിലാണ് ആരംഭിക്കുന്നതെങ്കിൽ ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്തായിരിക്കും? പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ കുറിച്ചാണ്, അവൻ്റെ അവസ്ഥ എന്താണ്, അവൻ മരിച്ചാൽ അവൻ എവിടെ പോകും, അവൻ ദൈവവുമായിട്ട് രമ്യപ്പെട്ടിട്ടുണ്ടോ, അവൻ നമ്മൾ ചിലപ്പോൾ, അല്ലെങ്കിൽ നമ്മളെപ്പോഴും ആദ്യം ചെയ്യേണ്ടത് എൻ്റെ അവസ്ഥ എന്താണ്, ഞാനിപ്പോൾ ഇന്നിപ്പം മരിച്ചാൽ ഞാൻ എവിടെ പോകും? കാരണം നമ്മൾ ദൈവത്തിൻ്റെ വചനം പറയുന്നില്ലേ, നിൻ്റെ കണ്ണിലുള്ള ആ വലിയ കോലോ, ദ ലോഗ്, അത് മാറ്റിയിട്ട് വേണം മറ്റവൻ്റെ കണ്ണിലുള്ള ചെറിയ പൊടി മാറ്റുവാനായിട്ട്. അപ്പോൾ ഇവിടെ നമ്മളും ദൈവത്തിൻ്റെ നീതിയിലാണോ നമ്മൾ ജീവിക്കുന്നതെന്ന് പരിശോധിക്കേണ്ട സമയമായി. അതെങ്ങനെയാണ് പരിശോധിക്കുന്നത്? വേറെ ഒരു വ്യക്തിയോട് ചോദിക്കുകയാണോ, ഞാൻ എങ്ങനെയുണ്ട്, കൊള്ളാവുന്ന വ്യക്തിയാണോ? അങ്ങനെയാണോ പരിശോധിക്കേണ്ടത്? എങ്ങനെയാണ് നമ്മൾ നീതി, യേശുവിൻ്റെ നീതിയിലാണോ നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള ആ പരിശോധന എങ്ങനെയാണ് നടത്തേണ്ടത്? പ്രൈസ് ദി ലോർഡ്. 2 തിമോത്തി 3-ാം-അധ്യായം 16-17 വചനങ്ങൾ പറയുന്നുണ്ട്. ദൈവം നമ്മൾക്ക് വചനം തന്നതിൻ്റെ ഉദ്ദേശം തന്നെ എന്താണെന്നുള്ളത് ഒന്ന് വായിക്കാമോ? ആരും ഒരു പാസ്റ്ററും വന്ന് പറയേണ്ട ആവശ്യമില്ല, നിൻ്റെ ജീവിതം ശരിയല്ല, നീ നന്നാകും. പറയും. കാരണം ആ പാസ്റ്ററിന് അല്ലെങ്കിൽ ആരെങ്കിലും ആയിക്കോട്ടെ, നിങ്ങളുടെ ക്ഷേമത്തിന്, ആത്മാവിൻ്റെ ക്ഷേമത്തിൽ വളരെയധികം താല്പര്യമുള്ളതുകൊണ്ട്. പക്ഷേ നമ്മളെ തന്നെ ആത്മപരിശോധന ചെയ്യേണ്ടത് മറ്റുള്ള വ്യക്തിയുടെ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, അതിനുപരി ദൈവത്തിൻ്റെ വചനത്തിലാണ്. 2 തിമോത്തി 3:16-17. വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും. ഞാൻ തെറ്റായ ഒരു മാർഗത്തിലൂടെയാണ് എൻ്റെ ജീവിതം നയിക്കുന്നതെങ്കിൽ ആ വചനം എന്നെ ശാസിക്കുക മാത്രമല്ല, തെറ്റുതിരുത്തി മാത്രമല്ല, നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവർത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാവുകയും ചെയ്യുന്നു. ദൈവവചനം നമ്മൾ, യു മസ്റ്റ് allow the word of God, allow the Holy Spirit to convict you. പലപ്പോഴും ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുമ്പോൾ നമുക്കൊരു ശാസനത്തിൻ്റെ ഒരു വചനം കിട്ടുമ്പോൾ ഒന്നെങ്കിൽ നമ്മൾ അപ്പുറത്തന്നെ മറിച്ച് വേറെ ഏതെങ്കിലും വായിക്കും, അല്ലെങ്കിൽ അല്ലേ എല്ലാവരും നമ്മൾ സാധാരണ അത് എനിക്കുള്ളതല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് മാറ്റി വായിക്കും. അല്ലെങ്കിൽ അത് വായിച്ചപ്പോഴും അതിന് നമ്മളുടെ ഒരു ശാസനത്തിനോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു തെറ്റായ രീതിയിൽ നിന്ന് മാറുവാനോ നമ്മളത് ഉപയോഗിക്കുന്നില്ല. പക്ഷേ ദൈവത്തിൻ്റെ വചനം, പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ആ നീതിയിലുള്ള പരിശീലനത്തിന് വേണ്ടിയാണ് ദൈവം നമ്മൾക്ക് വചനം തന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അപ്പോൾ നമ്മൾ ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളൊരു ജീവിതം നയിച്ചാൽ മാത്രമേ ദൈവത്തിൻ്റെ നീതിയുടെ കീഴിൽ ആയിരിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ വചനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന്, നമുക്ക് ഒരു ഡിസിപ്ലിൻ, ആ വചനത്തിലൂടെ നമ്മൾക്കൊരു ഡിസിപ്ലിൻ തരും. കാരണം നമ്മളെ ശാസിക്കും. അതുകൊണ്ടാണ് ഹെബ്രായർക്കുള്ള ലേഖനം 12-ാം-അധ്യായം 6-7 വചനങ്ങളിൽ അവിടെയും പറയുന്നുണ്ട്, ദൈവം വചനത്തിലൂടെ നമ്മളെ ശാസനം തരും. വായിക്കാമോ? ഹീബ്രൂസ് 12:6-7. ഇവിടെ ആരെങ്കിലും നിങ്ങളുടെ മക്കളെ വഴക്ക് പറയാതെയോ ഇടയ്ക്ക് ഒരു അടിയൊക്കെ കൊടുക്കാതെയോ വല്ലോ അപ്പന്മാരുണ്ടോ? ഞാൻ നല്ല അടിയൊക്കെ കൊടുക്കും കേട്ടോ. അപ്പോൾ എൻ്റെ മകനറിയാം ഇത് ചെയ്ത അടി ഷുവറാന്നുള്ളത്. താൻ സ്നേഹിക്കുന്നവന് കർത്താവ് ശിക്ഷണം നൽകുന്നു. സ്നേഹിക്കുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ വഴിയെ പോകുന്നവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ചിലപ്പോൾ തെറി പറയുമെന്ന് പറഞ്ഞാൽ നമ്മൾ മിണ്ടായിരിക്കും, അല്ലേ? അവനെങ്ങനെയും ആയിക്കോട്ടെ, അല്ലേ? പക്ഷെ നമ്മൾ സ്നേഹിക്കുന്നവരെ നമ്മൾ ശിക്ഷണം നൽകുന്നു. മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുകയും ചെയ്യുന്നു. ശിക്ഷണത്തിന് വേണ്ടിയാണ് നിങ്ങൾ സഹിക്കേണ്ടത്. മക്കളോടെന്ന പോലെ ദൈവം നിങ്ങളോട് പെരുമാറുന്നു. പിതാവിന്റെ ശിക്ഷണം ലഭിക്കാത്ത ഏത് മകനാണുള്ളത്? എല്ലാവർക്കും ലഭിക്കുന്ന ശിക്ഷണം നിങ്ങൾക്കും ലഭിക്കാതിരുന്നാൽ നിങ്ങൾ മക്കളല്ല, ജാരസന്തതികളാണ്. പക്ഷെ ഇന്ന് അമേരിക്കയിലൊക്കെ നിയമങ്ങളുണ്ട്, അപ്പൻ മകനെ അടിച്ചാൽ അപ്പൻ ജയിലിൽ പോവും. യെസ്, ദേ ക്യാൻ കംപ്ലൈൻ. പോലീസ് ഏത് നമ്പറാന്ന് അറിഞ്ഞുകൂടെ? ഇവിടുത്തെ ആണെങ്കിൽ 100 വിളിച്ചിട്ട് പറയാം എൻ്റെ അപ്പൻ എന്നെ അടിച്ചു. അപ്പോൾ പോലീസ് വന്നിട്ട് കേസ് ചാർജ് ചെയ്യും. ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങനത്തെ നിയമങ്ങളൊന്നും ഇന്ത്യയിലില്ല. എങ്കിലും നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ സ്നേഹിക്കുന്നതിനാണ് നമ്മൾ ശിക്ഷിക്കുന്നത്. എന്തിനാണ് ശിക്ഷിക്കുന്നത്? അവൻ്റെ നാശത്തിന് വേണ്ടിയല്ല, അവൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. അവൻ നേരായ രീതിയിലേക്ക് വരുവാൻ വേണ്ടിയാണ്. അപ്പോൾ ദൈവം നമ്മളെ ശിക്ഷിക്കുന്നത് എങ്ങനെയാണ്? ശാസിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിലൂടെ, ചിലപ്പോൾ ദൈവം ചില സാഹചര്യങ്ങളിലൂടെ അല്ലെ അനുഭവങ്ങളിലൂടെയും നമ്മളെ
ശിക്ഷിക്കും. അത് നമ്മളെ നേർവഴിക്ക് ദൈവം അത്രയധികം സ്നേഹിക്കുന്നത് കൊണ്ടാണ് ദൈവം അങ്ങനത്തെ ശിക്ഷണങ്ങൾ നമ്മൾക്ക് തരുന്നത്. പിന്നെയും അങ്ങനത്തെ ശിക്ഷണം അല്ലെ ശാസനം ദൈവം വചനത്തോട് തരുന്നത് എന്തിനാണ്? നമുക്ക് പാപം ചെയ്യുവാൻ സാഹചര്യമുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്. പാപം ചെയ്യുവാൻ സാഹചര്യം, കാരണം മനുഷ്യൻ്റെ ജഡം നമുക്കറിയാം. റോമരുടെ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ചെയ്യുന്നില്ല, അതിന് ചെയ്യണ്ട എന്ന് വിചാരിക്കുന്നതൊക്കെ ചെയ്യുന്നു. കാരണം അവൻ്റെ ആ ശരീരം, ആ ജഡം അവൻ്റെ ആത്മാവിനെ ഓവർ പവർ ചെയ്യുകയാണ്. പക്ഷേ അവസാനത്തെ വചനത്തിൽ പറയുന്നുണ്ട്, ഹൂ വിൽ സേവ് മീ ദിസ് റച്ചഡ് മാൻ എന്ന് പറയുമ്പോൾ താങ്ക് ഗോഡ് ഇൻ ജീസസ് ക്രൈസ്റ്റ് എന്നാണ് അവസാനം പറയുന്നത്. അപ്പോൾ യേശുവിലാണ് നമ്മൾക്ക് ഈ നമ്മുടെ തെറ്റായ രീതിയിൽ നിന്നൊക്കെ നമ്മൾക്ക് ഒരു മോചനം കിട്ടുന്നത്. ആ യേശു ആകുന്ന ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ് നമ്മൾക്ക് നേരായ രീതിയിലേക്ക് വരുവാൻ പറ്റുക. അപ്പം വചനം ഓൾസോ ഷോസ് എ പൊട്ടൻഷ്യൽ ടു സിൻ. നമുക്ക് പാപം ചെയ്യാനുള്ള സാഹചര്യം അല്ലെ സാധ്യത ഉണ്ട് എന്നും അതുകൊണ്ട് നീ സൂക്ഷിക്കണം എന്ന് നമ്മൾക്കൊരു വാർണിംഗ് തരികയാണ്. പിന്നെയും നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, അത് നമ്മളെ പാപത്തിൽ നിന്ന് നന്മയിലേക്ക് വരുവാനായിട്ട് എൻകറേജ് ചെയ്യുക, ഒരു പ്രോത്സാഹനം തരികയാണ്. കാരണം നമ്മൾ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ക്രോധത്തിൻ്റെ കീഴിൽ വരും. അതേസമയത്ത് നീ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുകയാണെങ്കിൽ നീ അനുഗ്രഹത്തിൻ്റെ കീഴിൽ വരുന്ന. സോ ദർ ഇസ് എൻ എൻകറേജ്മെൻറ്റ്. ദർ ഇസ് നമുക്ക് നന്മ ചെയ്യുവാൻ നമുക്കൊരു താല്പര്യം ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമുക്ക് ഉണ്ടാകും. പിന്നെ നോക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമുക്ക് ഒരു മുൻകൂർ അറിയിപ്പ് തരികയാണ്. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പാപം ചെയ്യാൻ സാഹചര്യം. സോ ഇറ്റ് ഗിവ്സ് യു എ വാർണിംഗ്, അങ്ങനെ ചെയ്യരുത്. കാരണം നമുക്കറിയാം ദൈവത്തിൻ്റെ വചനം എഴുതിയിട്ടുള്ളത്, ഇവിടെ എഴുതിയിരിക്കുന്നതൊക്കെ നമ്മൾക്ക് ഇറ്റ് ഈസ് ഫോർ അവർ ഇൻസ്ട്രക്ഷൻ. ഇപ്പം ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ദാവീദ് രാജാവിനെ കുറിച്ച് പറയുകയാണ്. അയാൾ അന്ന് എല്ലാവരും യുദ്ധത്തിന് പോയിരുന്ന കാലത്ത് അയാൾ യുദ്ധത്തിന് പോകാതിരുന്നു. അപ്പം ചെയ്യേണ്ട കാര്യം ചെയ്യാതിരുന്നു. അതുമാത്രമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, അവൻ ചെയ്യാണ്ട പല കാര്യങ്ങളും ചെയ്ത് അങ്ങനെ പാപത്തിൽ വീണു. അപ്പോൾ അങ്ങനെ ഇനി നമ്മൾക്ക് തന്നെ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നമുക്ക് അതൊരു ഉദാഹരണമായിട്ട് എടുത്തിട്ട് നമുക്ക് ആ പാപം ചെയ്യാതെ. സോ ഇറ്റ് ഈസ് എൻ ഇൻസ്ട്രക്ഷൻ സോ ദാറ്റ് വി വിൽ ലിവ് ഇൻ റൈച്ചസ്നെസ്. പിന്നെ നമുക്കറിയാം, അങ്ങനെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വാഗ്ദാനത്തിൽ നമുക്ക് വിശ്വസിച്ച് ഒരു നല്ല ജീവിതം, നീതിയുടെ ഒരു ജീവിതം നമുക്ക് ജീവിക്കുവാൻ പറ്റണം. പിന്നെ നമുക്കറിയാം ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ 2-ാമത്തെ അധ്യായം 1 മുതൽ 3 വരെ വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെ ദൈവം നമ്മളെ അത്രയധികം സ്നേഹിച്ചു, ദൈവം നമ്മൾക്ക് വേണ്ടി മരിച്ചു. ആരൊക്കെ വിശ്വസിക്കുന്നു യേശു ക്രിസ്തു മരിച്ചതുകൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടതെന്ന്? അതോ ഏതെങ്കിലും ഒരു സഭയുടെ അംഗമായതുകൊണ്ടാണോ? അതോ ഏതെങ്കിലും പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലാണോ? അല്ല. ഒന്ന് ഉറക്കെ പറ. അല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം നമ്മൾ രക്ഷപ്പെട്ടത് യേശു ക്രിസ്തു ആ കുരിശേൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി മരിച്ചതുകൊണ്ട് മാത്രമാണ്. യേശു ക്രിസ്തുവിൻ്റെ രക്തം മാത്രമേ എന്നെ നീതീകരിക്കുന്നുള്ളൂ. അങ്ങനെ നമുക്ക് അറിവുണ്ടായിട്ട് വചനം വായിക്കണം. ഹെബ്രായർക്കുള്ള ലേഖനം 2-ാമത്തെ അധ്യായം 1 മുതൽ 3 വരെ. നാം കേട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ അവയിൽ കൂടുതൽ ശ്രദ്ധിക്കുക ആവശ്യമാണ്. ദൂതന്മാർ പറഞ്ഞ വാക്കുകൾ സത്യമാവുകയും നിയമലംഘനത്തിനും അനുസരണയില്ലായ്മയ്ക്കും തക്ക ശിക്ഷ ലഭിക്കുകയും ചെയ്തെങ്കിൽ. ഈ ദൂതന്മാർ പറഞ്ഞത് ഏത് ലംഘനമാണ് ദൂതന്മാർ വഴി കിട്ടിയത്? മോശയ്ക്ക് കിട്ടിയ ആദ്യത്തെ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ പാപം ചെയ്താൽ ശിക്ഷയുണ്ടോ? കനിഷം, തീർച്ചയായിട്ടും പാപം ചെയ്താൽ ശിക്ഷയുണ്ട്. പക്ഷേ അവിടെയും പാപപരിഹാരത്തിന് ഒരു വഴി തന്നിട്ടുണ്ട്. നമ്മൾക്കൊരു മൃഗത്തിനെ, ഒന്നും അറിയാത്ത പാവം വഴിയെ പോയി മൃഗത്തിനെ പിടിച്ച് കൊന്ന് അതിൻ്റെ രക്തം ചിന്തിയാൽ പാപത്തിന് പരിഹാരവുമുണ്ട്. വായിച്ചേ. ദൂതന്മാർ പറഞ്ഞ വാക്കുകൾ സത്യമാവുകയും നിയമലംഘനത്തിനും അനുസരണമില്ലായ്മയ്ക്കും തക്ക ശിക്ഷ ലഭിക്കുകയും ചെയ്തെങ്കിൽ ഇത്ര മഹത്തായ രക്ഷയെ അവഗണിക്കുന്ന നാം ശിക്ഷയിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കപ്പെടും? പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം. കാരണം ദൂതന്മാർ തന്നത് ആ ആദ്യത്തെ ഉടമ്പടി സ്ഥാപിച്ചത് ദൈവവും മനുഷ്യനും തമ്മിലാണ്. 2-ാമത്തെ ഉടമ്പടി സ്ഥാപിച്ചത് പിതാവായ ദൈവവും യേശു ക്രിസ്തുവും. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്ഥാപിച്ചത്? രക്തത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ പറഞ്ഞത്, ദിസ് കപ്പ് ഈസ് എ കപ്പ് ഓഫ് ദ ന്യൂ കവനന്റ് ഇൻ മൈ ബ്ലഡ്. എൻ്റെ രക്തത്തിലുള്ള ഉടമ്പടിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ യേശു ക്രിസ്തു രക്തം ചിന്തി നമുക്ക് വേണ്ടി തന്ന ആ ഉടമ്പടി നമ്മൾ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യത്തെ ഉടമ്പടി ദൈവം മനുഷ്യന് കൊടുത്ത ഉടമ്പടി ലംഘിച്ചിട്ടുണ്ടെങ്കിൽ ശിക്ഷ ഷുവറാണെങ്കിൽ, യേശു ക്രിസ്തുവിൻ്റെ രക്തം ചിന്തി ഉണ്ടാക്കിയ ഉടമ്പടി നമ്മൾ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ ശിക്ഷ കിട്ടാതിരിക്കുമോ? ശിക്ഷ ഷുവർ. ഹൗ ക്യാൻ വി എസ്കേപ്പ് എന്നാ പറയുന്നത്. ഹൗ ക്യാൻ വി എസ്കേപ്പ് ഇഫ് വി നിഗ്ലക്റ്റ് സോ ഗ്രേറ്റ് സാൽവേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ശിക്ഷയിൽ നിന്ന് നമുക്ക്
അതിൽ നിന്ന് ഒരു ഒഴിവും കിട്ടുകയില്ല പ്രിയപ്പെട്ടവരെ. നമ്മൾ ആ യേശുവിനെ നമ്മൾ നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ. ബാക്കി വായിച്ചേ. അവിടുത്തെ വാക്ക് ശ്രവിച്ചവർ നമുക്കത് സ്ഥിരീകരിച്ചു തന്നു. ആരുടെ വാക്ക്? അവിടുത്തെ വാക്ക്. യേശു ക്രിസ്തു പറഞ്ഞ വാക്കുകൾ ശ്രവിച്ചവർ നമുക്കത് സ്ഥിരീകരിച്ചു തന്നു. അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, പലവിധത്തിലുള്ള ശക്തമായ പ്രവർത്തികൾ എന്നിവ കൊണ്ടും തന്റെ ഇഷ്ടത്തിനൊത്ത് പരിശുദ്ധാത്മാവിനെ ദാനം ചെയ്തുകൊണ്ടും ദൈവം തന്നെ ഇതിന് സാക്ഷ്യം നൽകിയിരിക്കുന്നു. അപ്പൊ ദൈവം സംസാരിച്ചത് സ്ഥിരീകരിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ യേശു ക്രിസ്തു സംസാരിച്ചത് ഏത് വഴിയാണ്? സംസാരിച്ചത് ഏത് വഴിയാണ്? ദൈവത്തിൻ്റെ വചനം വഴി ദൈവം നമ്മളോട് ഇന്ന് സംസാരിക്കുന്നു. ആ സംസാരിക്കുന്നത് നമ്മൾ നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ആ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി കിട്ടുമോ? പ്രിയപ്പെട്ടവരെ? ദൈവം നമ്മളോട് എന്തൊക്കെ സംസാരിച്ചിട്ടുണ്ട്? ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ സംസാരിച്ചിട്ടുണ്ട്. അതിൽ പല പല കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. 1-2 കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ ദൈവം സംസാരിച്ചിട്ടുണ്ട്. ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ, എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിലേക്ക് വരുവാൻ പറ്റുകയില്ല എന്ന് സംസാരിച്ചിട്ടുണ്ടോ? യേശു ക്രിസ്തു തന്നെയാണ് സംസാരിച്ചിരിക്കുന്നത്. അത് നമ്മൾ നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ, ഇത്ര മഹത്തായ രക്ഷയെ നമ്മൾ നിഷേധിക്കുകയാണെങ്കിൽ ആ ശിക്ഷയിൽ നിന്ന് നിങ്ങൾ എങ്ങനെ ഒഴിവാകും? പിന്നെ സംസാരിച്ചിരിക്കുന്നത് യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യാതെ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാവുകയില്ല. നമ്മൾ ശരീരം ഭക്ഷിക്കുന്നുണ്ടോ? രക്തം പാനം ചെയ്യുന്നുണ്ടോ? നിങ്ങൾ പോയി നാക്ക് നീട്ടി ശരീരമാണ് രക്തമാണെന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട സത്യം ഇതാണ്. ശരീരം എന്ന് പറയുന്ന ദൈവത്തിൻ്റെ വചനമാണ്. രക്തമെന്ന് പറയുന്ന ദൈവത്തിൻ്റെ ആത്മാവാണ്. ഇത് ആർക്കെങ്കിലും സംശയമുണ്ടോ? ആ ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ മരിച്ചവരാണ്. വചനം മാത്രം പോരാ എന്ന് പോലും ഇന്ന് പറയുന്ന വ്യക്തികളുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ദൈവത്തിൻ്റെ ക്രോധത്തിൽ നിന്ന് ഇവരെങ്ങനെ രക്ഷപ്പെടും? ഇതൊക്കെ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. കാരണം നമ്മൾ ചില്ലറ കളിയൊന്നുമല്ല കളിക്കുന്നത്. ഈ ദൈവത്തിൻ്റെ വചനത്തിന് എതിരായിട്ട് നമ്മൾ വിശ്വസിക്കുകയോ പറയുകയോ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ നിത്യതയെ തന്നെയാണ് നമ്മൾ റിസ്കിൽ വയ്ക്കുന്നത്. എന്താണ് റിസ്ക് എന്ന് പറയുക? നമ്മൾ നഷ്ടപ്പെടുവാൻ സാധ്യതയുള്ളത് നമ്മൾ കളിക്കുകയാണ്. നമ്മൾ നമ്മൾ ഗാമ്പിൾ ചെയ്യാണ് നമ്മളുടെ ജീവനും വെച്ചിട്ട്. പിന്നെ നമുക്കറിയാം ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ, നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും പിതാവ് അത് ചെയ്തു തരും. എന്തിനാണ്? പിതാവിൻ്റെ മഹത്വത്തിന് വേണ്ടി. അപ്പോൾ യേശു ക്രിസ്തു പറയാണ്, നിങ്ങൾ എൻ്റെ നാമത്തിൽ ചോദിക്കണം. നമ്മൾ ഇന്ന് എത്രമാത്രം വ്യക്തികൾ യേശു ക്രിസ്തുവിനെ മാറ്റിവെച്ചിട്ട് മറ്റു വ്യക്തികളുടെ നാമത്തിൽ ചോദിക്കുന്നുണ്ട്. അത് ദൈവത്തിൻ്റെ വചനത്തിന് വിപരീതമാണോ? അങ്ങനെയാണെങ്കിൽ ഇത്ര മഹത്തേറിയ ആ രക്ഷയിൽ നിന്ന് നമ്മൾ എങ്ങനെ നമ്മൾ അവഗണിക്കുകയാണെങ്കിൽ ശിക്ഷയിൽ നിന്ന് നമ്മൾ എങ്ങനെ ഒഴിവാക്കും? പാപങ്ങൾ നമ്മൾ കൂട്ടി ഉണ്ടാക്കുകയാണ്. ഇങ്ങനെ ദൈവത്തിൻ്റെ വചനം ലംഘിക്കുമ്പോൾ പാപങ്ങൾ നമ്മൾ ശേഖരിക്കുകയാണ്. നമ്മൾ ഒരു ബാങ്കിൽ നിക്ഷേപിക്കുന്ന പൈസയ്ക്ക് പകരം നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ മുമ്പിൽ പോകുമ്പോൾ, ആ വിധികർത്താവിൻ്റെ മുമ്പിൽ പോകുമ്പോൾ നമ്മൾ പാപങ്ങളാണ് നമ്മൾ കൂട്ടി വയ്ക്കുന്നത്. നിയമലംഘനത്തിൻ്റെ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ലംഘനത്തിൻ്റെ അടിസ്ഥാനത്തിൽ. പിന്നെ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ വചനം നമ്മൾ സംസാരിക്കുന്നുണ്ട്, നിങ്ങൾ കൊത്തിയ പ്രതിമകളൊന്നും ഉണ്ടാക്കരുതെന്ന് പറയുന്നുണ്ട്. ഉണ്ടാക്കുക മാത്രമല്ല അതിൻ്റെ മുമ്പിൽ കുമ്പിട്ട് ആരാധിക്കരുതെന്ന് പറയുന്നുണ്ട്. വചനം പറയുന്നുണ്ടോ? അത് ചെയ്യുന്നുണ്ടോ ആൾക്കാർ? അത് ലംഘിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഹെബ്രായരുടെ പറയുന്നത് പോലെ ഇത്ര മഹനീയായ രക്ഷയെ നിങ്ങൾ അവഗണിച്ചിട്ടുണ്ടെങ്കിൽ ശിക്ഷയിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കും? പിന്നെ ഇതൊന്ന് മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം കളിക്കാനുള്ളതല്ല. നിങ്ങളുടെ ജീവൻ തന്നെയാണ് നിങ്ങൾ കളിക്കുന്നത്, നിങ്ങളുടെ കയ്യിലിട്ട് കളിക്കുന്നത്. അതുമാത്രമല്ല, നിങ്ങൾ മറ്റുള്ള വ്യക്തിയെ പറയുന്നത് ശരിയായിരിക്കും. കാരണം ആ പറയുന്ന വ്യക്തി ഒരു അധികാരത്തിലാണ് എന്ന അടിസ്ഥാനത്തിൽ അയാൾ പറയുന്നത് ശരിയായിരിക്കും. വചനം മാറ്റിവെച്ചിട്ട് അയാളുടെ പുറകെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് കിട്ടുന്ന ശിക്ഷയെ പോലെ നിങ്ങൾക്കും കിട്ടും. അയാൾക്ക് നിങ്ങളെക്കാൾ കൂടുതൽ കിട്ടും, തീർച്ചയായിട്ടും കിട്ടും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, ആ ദൈവത്തിൻ്റെ വചനം അറിഞ്ഞില്ല, അല്ലെ ഇന്ന വ്യക്തി പറഞ്ഞതുകൊണ്ടാണ്, അല്ലെ ഇന്ന സ്ഥാപനത്തിൽ നിന്ന് ഞങ്ങളെ പഠിപ്പിച്ചതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇന്ന സഭയിൽ ഞങ്ങൾ ഇതാ പഠിപ്പിച്ചത് എന്ന് പറഞ്ഞ് നമുക്ക് ഒരു ഒഴിവും പറയുവാൻ പറ്റുകയില്ല. കാരണം ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ സത്യങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ ഈ വചനത്തിലുണ്ട്. ഇത് നമ്മൾക്ക് വായിക്കുവാനുള്ളതാണ്. അല്ലാതെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇത് വേറൊരു വ്യക്തി വായിച്ച് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതാണെന്നല്ല പറയുന്നത്. പരിശുദ്ധാത്മാവ് എല്ലാവരെയും പഠിപ്പിക്കുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്.
യോഹന്നാന്റെ സുവിശേഷം പറയുന്നത്, യോഹന്നാന്റെ സുവിശേഷം 6-ാം 45 പറയുന്നുണ്ട്, everyone shall be taught by God. ദൈവം പഠിപ്പിക്കും നിങ്ങളെ, അല്ലെങ്കിൽ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികൾ നിങ്ങളെ പഠിപ്പിക്കും. അത് സ്വീകരിക്കണം. അല്ലാതെ ഒരു അധികാരത്തിലുള്ള ഒരു വ്യക്തി പറയുന്നത് കൊണ്ട് അത് ശരിയാണ് എന്ന് നിങ്ങൾ നിങ്ങൾ അങ്ങനെ വിശ്വസിക്കരുത്. കാരണം അങ്ങനെ വിശ്വസിക്കുകയാണെങ്കിൽ സാത്താൻ അങ്ങനത്തെ വ്യക്തികളെ നിങ്ങളെ കബളിപ്പിക്കുവാനായിട്ട് ഉപയോഗിക്കും. ആ വ്യക്തിക്കും കബളിപ്പിലാണ്. അയാൾ കബളിപ്പിക്കപ്പെടുകയും അയാൾ മറ്റുള്ളവരെ കബളിപ്പിക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, യേശു ക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ നീതിയുടെ കീഴിലാണോ എന്നുള്ളത്. പിന്നെ ഹെബ്രായർക്കുള്ള ലേഖനം 12 മുതൽ 15 വരെ വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെയും നമ്മൾ ഹീബ്രൂസ് ലേഖനം വായിക്കണം കേട്ടോ. ദാറ്റ് ഈസ് ദ മോസ്റ്റ് പവർഫുൾ, നോട്ട് മോസ്റ്റ് അല്ല, വെരി പവർഫുൾ സ്ക്രിപ്ചർ. കാരണം ഇറ്റ് ഗിവ്സ് യു സോ മച്ച് റെവലേഷൻ. ഇത് മാത്രം വെളിപാട് തരുന്നുണ്ടെന്ന് പറയും. ഹല്ലേലൂയ. ചിലപ്പോൾ കുറേ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ സാത്താൻ പറയും ഹീബ്രൂസ് ലേഖനം മാറ്റണമെന്ന്. എന്ന് എവിടെയോ ഞാൻ വായിച്ചതോ ആരോ പറഞ്ഞു കേട്ടതുപോലെ ഉണ്ട്. ദർ ഇസ് എ മൂവ് ഹീബ്രൂസ് ലേഖനം സ്ക്രിപ്ചറിൽ നിന്ന് മാറ്റുവാനായിട്ട്. വായിക്കുക ഹീബ്രൂസ് 9 മുതൽ 15 വരെ. അവിടെ ചില അടിസ്ഥാന കാര്യങ്ങളെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അവൻ അവിടെ പ്രവേശിച്ച് നിത്യരക്ഷ സാധിച്ചത് കോലാടുകളുടെയോ കാളക്കിടാങ്ങളുടെയോ രക്തത്തിലൂടെ അല്ല, സ്വന്തം രക്തത്തിലൂടെയാണ്. ആരുടെ രക്തത്തിലൂടെയാണ്? യേശുവിന്റെ സ്വന്തം രക്തത്തിലൂടെയാണ്. കോലാടുകളുടെയും കാളക്കിടാങ്ങളുടെയും രക്തം തളിക്കുന്നതും പശുക്കിടാവിന്റെ ഭസ്മം വിതറുന്നതും അശുദ്ധരെ ശാരീരികമായി ശുദ്ധീകരിക്കുന്നു. എങ്കിൽ നിത്യാത്മാവ് മൂലം കളങ്കമില്ലാതെ ദൈവത്തിന് തന്നെ സമർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കാൻ നമ്മുടെ അന്ധകരണത്തെ നിർജീവ പ്രവർത്തികളിൽ നിന്ന് എത്രയധികമായി വിശുദ്ധീകരിക്കുകയില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ആ പഴയ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ പാപമോചനം ഒരു കാള അല്ലെങ്കിൽ ഒരു കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ചിന്തിയ രക്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് രക്ഷ അല്ലെങ്കിൽ അതിൽ നിന്ന് പാപമോചനം കിട്ടുമെങ്കിൽ അതിനേക്കാൾ ഉപരി എന്തുമാത്രം ശ്രേഷ്ഠമായ യേശു ക്രിസ്തുവിൻ്റെ ആ കുഞ്ഞാടിൻ്റെ ആ രക്തത്താൽ നമുക്ക് പാപമോചനം കിട്ടുമെന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അവഗണിക്കരുത്. കാരണം ഇന്ന് പ്രിയപ്പെട്ട നമ്മൾ മനസ്സിലാക്കണം, പാപമോചനത്തിന് ആ പഴയ ഉടമ്പടിയിൽ കുറേ ക്രിയകൾ ചെയ്തതുപോലെയാണ് ഇന്നും മനുഷ്യർ പാപമോചനത്തിന് വേണ്ടി നടക്കുന്നത്. കുറേ കാര്യങ്ങൾ ചെയ്യുക, അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ, അല്ലേ? പാപമോചനത്തിന് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യണം, അല്ലെ? കുറേ പ്രാർത്ഥനകൾ ചെല്ലണം. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പാപമോചനം കിട്ടുമെന്ന്, അല്ലേ? അങ്ങനെയല്ലേ പഠിപ്പിക്കുന്നത്? ഹലോ, അതെ. കാരണം ഇന്ന് കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു വ്യക്തിയുടെ ഒരു മരണ ശുശ്രൂഷ മരിപ്പിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി പോയിരുന്നു. പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കണം എന്തുമാത്രം അധപ്പതനമാണ്. അവിടെ പ്രധാന ശുശ്രൂഷ തുടങ്ങുകയാണ്. എല്ലാവരും ബഹുമാനത്തോടെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ആ കാർമികൻ വന്ന് തുടങ്ങുകയാണ്. ആദ്യം ആനാം വെള്ളം തെളിച്ചു. ഇത് ഞാൻ സത്യം കേട്ടോ പറയുന്നത്, അത് കണ്ടവരും കേട്ടവരും ഉണ്ട് കൂടെ, ഇവിടെ ഇല്ല, ഉണ്ട്. ആനാം വെള്ളം തെളിച്ചു. എന്നിട്ട് സാധാരണ ഉണ്ടല്ലോ ഒരു പാട്ട്, ആ ശൈലിയിൽ തുടങ്ങി. ഈ വെള്ളം വഴി പാപമോചനം തരുന്ന വെള്ളം. പിന്നെ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് ദ്രവ്യവസ്തുക്കൾ എന്ന് പറഞ്ഞാൽ മണമുള്ളത്, അല്ലേ? പരിമളം, ദ്രവ്യവസ്തുക്കൾ സൃഷ്ടിച്ച ദൈവമേ, ഈ മറ്റേ പാപമോചനം തരുന്ന കുന്തിരിക്കം. അപ്പോൾ അവിടെ ആ മരിച്ചു കിടക്കുന്ന വ്യക്തിക്ക് പാപമോചനം നമുക്ക് കൊടുക്കാൻ പറ്റിയല്ല, ഒന്നാമത്. അത് ആദ്യത്തെ മണ്ടത്തരം. രണ്ടാമത്തെ മണ്ടത്തരം, വെള്ളം ഇത് നമ്മൾ പാല് വാങ്ങിക്കുമ്പോൾ പാലിനകത്ത് വെള്ളം ചേർത്ത് മായം ചേർക്കുന്നത് പോലെ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിനകത്ത് വെള്ളം ചേർക്കുന്ന പരിപാടിയാണ്. അവിടെ വെള്ളം, പാപമോചനം തരുന്ന വെള്ളം. മൂന്നാമത് പാപമോചനം തരുന്ന കുന്തിരിക്കം. എങ്കിൽ പിന്നെ യേശു ക്രിസ്തു മരിക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. ഈ പിതാവ് ഇത്ര ക്രൂരനാണോ സ്വന്തം മകനെ ഇത്ര ക്രൂരമായ ഒരു മരണത്തിന് ഏൽപ്പിക്കുവാനായിട്ട്? കുറേ വെള്ളം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. കുന്തിരിക്കവും ദൈവം സൃഷ്ടിച്ചതാണ്. ആ വെള്ളവും കുന്തിരിക്കവും വരുന്നവരുടെ മേത്തൊക്കെ ഒഴിച്ചാൽ പോരെ? ഹലോ, പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഇതാണ് സാത്താൻ്റെ കബളിപ്പ്. അത് കേൾക്കുവാനായിട്ട് ഒരു ഭക്തജനമുണ്ട്. അവർക്ക് എന്താ വിചാരിക്കുന്നത്? ഈ വെള്ളം എൻ്റെ മേത്ത് വീണാലും, ഈ കുന്തിരിക്കം എൻ്റെ പുക എൻ്റെ മേൽ വന്നാലും രക്ഷപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിച്ച് കേൾക്കണം.
ഒരു വെള്ളത്തിനും ഒരു കുന്തിരിക്കത്തിനും നിങ്ങളുടെ പാപത്തിന് മോചനം തരാൻ പറ്റിയില്ല. യേശു ക്രിസ്തു ആകുന്ന കുഞ്ഞാടിന്റെ രക്തം അല്ലാതെ ഒന്നിനും നിങ്ങളുടെ പാപത്തിന് മോചനമായിട്ട് കൊടുക്കാൻ പറ്റില്ല. അതിൽ വ്യത്യസ്തമായിട്ട് ആരെങ്കിലും നിങ്ങളോട് പറയുകയോ നിങ്ങൾ അത് വിശ്വസിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ആ പറയുന്ന വ്യക്തിക്കും വിശ്വസിക്കുന്ന വ്യക്തിക്കും ദൈവത്തിന്റെ ക്രോധം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. I'm telling you that. ഇത് കബളിപ്പിന്റെ അങ്ങേ അറ്റമാണ്. കബളിപ്പിന് ആ മരിച്ച വ്യക്തിയെ കൊണ്ടും പൈസ ഉണ്ടാക്കുകയാണ്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അയാളെ ചൂഷണം ചെയ്തു, മരിച്ചു കഴിഞ്ഞിട്ടും അയാളെ ചൂഷണം ചെയ്യുകയാണ്. Exploiting the dead. ഇതിനൊരു അവസാനം വേണം. ഇതാണ് പ്രിയപ്പെട്ട ദൈവത്തിന്റെ വചനം വായിക്കണം. അങ്ങനെയുള്ളവര് ഇങ്ങനെ പറയുന്നവരോട് ചോദിക്കണം, ഇത് എവിടെ എഴുതിയിരിക്കുന്നത്? എഫിഷ്യൻസി ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്, വാഷിംഗ് ഓഫ് ദ വാട്ടർ ബൈ ദ വേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് അവിടെ വെള്ളമല്ല, കൊച്ചിയിൽ എവിടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തുള്ള ഒരു കിണറ്റിലെ വെള്ളമല്ല നിങ്ങളെ രക്ഷിക്കുന്നത്. യേശു ക്രിസ്തു ആവുന്ന കുഞ്ഞാടിന്റെ രക്തം ആണ് നിങ്ങളെ രക്ഷിക്കുവാൻ പറ്റുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, സാത്താൻ കബളിപ്പിന്റെ എന്താ പറയുന്നത്, കബളിപ്പിന്റെ ഉസ്താനാണ്, എന്താ പറയുന്നത്, കബളിപ്പിന്റെ ആശാനാണ്. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ ആ കബളിപ്പിൽ വീഴരുത് പ്രിയപ്പെട്ടവരെ. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ജനം ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ജീവിക്കുന്നത്. ഓ ഹല്ലേലൂയ. പിന്നെ നമുക്കറിയാം, നമ്മളെപ്പോഴും ദൈവത്തിന്റെ സന്നിധിയിൽ പ്രവേശിക്കാൻ പറ്റുന്നത്, അല്ല ദൈവം നമ്മളെ നീതീകരിക്കുന്നത് എങ്ങനെയാണ്? യേശുവിൻ്റെ ആ കുഞ്ഞാടിൻ്റെ രക്തത്താൽ മാത്രം. അതുകൊണ്ട് എനിക്ക് എന്നെ തന്നെ നീതീകരിക്കാൻ പറ്റുകയില്ല. എൻ്റെ നല്ല സ്വഭാവമോ എൻ്റെ നല്ല പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ എനിക്ക് ദൈവത്തിന് മുമ്പിൽ നീതീകരിക്കപ്പെടുവാൻ പറ്റുകയില്ല. ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അതാണ് ലൂക്കായുടെ സുവിശേഷം 18-ാമത്തെ അധ്യായം 9 മുതൽ 14 വരെ വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെ ആ ഫരിസീയനും ആ ചുങ്കക്കാരൻ്റെ ഉപമയുണ്ട്, അല്ലേ? ദൈവം പറയുന്നുണ്ട്, ഫരിസീയൻ ഏറ്റവും നല്ല വ്യക്തിയായിരുന്നു. അയാൾ നിയമങ്ങളെല്ലാം ആവശ്യത്തിൽ കൂടുതൽ അനുസരിക്കുന്ന വ്യക്തിയായിരുന്നു. ആ പാപം ചുങ്കക്കാരന് ആ ദൈവത്തിനെ നോക്കുവാൻ പോലും അർഹതയില്ലാത്ത തരത്തിൽ പ്രാർത്ഥിക്കുകയാണ്, പാപിയാണെന്ന് ഏറ്റുപറയുകയാണ്. പക്ഷെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ആ ചുങ്കക്കാരനാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെട്ട് അവിടെ നിന്ന് പോയത്. അപ്പോൾ നമ്മളുടെ നല്ല സ്വഭാവമോ നല്ല പ്രവൃത്തികളോ അല്ല നമ്മളെ നീതീകരിക്കുന്നത്. നമ്മൾ യേശു ക്രിസ്തുവിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ, എൻ്റെ രക്ഷയ്ക്ക് യേശു അല്ല, ഇത് വേറെ ആരുമില്ല എന്ന് ഞാൻ ഏറ്റുപറയുകയും വിശ്വസിക്കുകയും ചെയ്ത് അങ്ങനെ രക്ഷയ്ക്ക് യേശുവിനെ മാത്രം ഞാൻ ആശ്രയിക്കുമ്പോഴാണ് ദൈവത്തിന് മുമ്പിൽ നീതീകരിക്കപ്പെടുന്നത്. കാരണം എന്നെ നീതീകരിക്കപ്പെടുന്ന ആ രക്തം യേശു ക്രിസ്തു മാത്രമേ ചിന്തിയിട്ടുള്ളൂ. അവൻ്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ എന്നെ നീതീകരിക്കാൻ പറ്റുന്ന രക്തം. അവൻ്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ, അവൻ മാത്രമേ അത് ചിന്തിയിട്ടുള്ളൂ. ഈ സത്യം മനസ്സിലാക്കണം പ്രിയപ്പെട്ടത്. പിന്നെയും ഐസ പ്രവാചന പുസ്തകം 57-ാമത്തെ അധ്യായം 12-ാമത്തെ വചനത്തിൽ വായിക്കുകയാണെങ്കിൽ അവിടെയും പറയുന്നുണ്ട്, നിന്റെ നീതി എനിക്കറിയാം, പക്ഷെ അത് നിനക്കൊരു ഉപകാരം ഉണ്ടാകുകയില്ല. വായിച്ചേ, ഐസ 57:12. ഞാൻ നിന്റെ നീതിയും ചെയ്തികളും വെളിപ്പെടുത്താം, പക്ഷേ അവ നിനക്ക് അനുകൂലമാവുകയില്ല. അത് നിനക്ക് ഇംഗ്ലീഷിൽ പറയുന്നത് ഇറ്റ് വിൽ നോട്ട് പ്രോഫിറ്റ് യു. എന്താണ്? നിന്റെ നീതി വിൽ നോട്ട് പ്രോഫിറ്റ് യു ഫോർ യുവർ സാൽവേഷൻ. പിന്നെ എസെക്കിയേൽ പ്രവാചന പുസ്തകം 18-ാമത്തെ അധ്യായം 24-ാമത്തെ വചനത്തിൽ അവിടെയും പറയുന്നുണ്ട് നീതിയെക്കുറിച്ച്, നിന്റെ നീതിയെക്കുറിച്ച്. മനസ്സിലാക്കണം, നല്ല കാര്യങ്ങൾ ചെയ്യരുത് നല്ല കേട്ടോ പറയുന്നത്. ഹലോ, പ്ലീസ് ടേക്ക് ഇറ്റ് ഇൻ യുവർ സ്പിരിറ്റ്, ഇൻ ദ റൈറ്റ് സ്പിരിറ്റ്. ഞാൻ പറയുന്നത് നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യരുതെന്നോ നിങ്ങൾ നിയമങ്ങൾ അനുസരിക്കരുതോ എന്നോ അല്ല. നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യണം, നിങ്ങൾ നിയമങ്ങളെല്ലാം അനുസരിക്കണം, നല്ലൊരു പൗരനായിട്ട് ജീവിക്കണം. പക്ഷെ ഇതൊന്നും നിങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി പ്രോഫിറ്റ് ചെയ്യേല. വായിച്ചേ, നീതിമാൻ നീതിയുടെ പാതയിൽ നിന്ന് വ്യതിചലിച്ച് തിന്മ പ്രവർത്തിക്കുകയും ദുഷ്ടൻ പ്രവർത്തിക്കുന്ന മ്ലേച്ഛതകൾ തന്നെ ആവർത്തിക്കുകയും ചെയ്താൽ അവൻ ജീവിക്കുമോ? അവൻ ചെയ്തിട്ടുള്ള നീതിപൂർവകമായ പ്രവൃത്തികളൊന്നും പരിഗണിക്കപ്പെടുകയില്ല. അവന്റെ അവിശ്വസ്തതയും പാപവും മൂലം അവൻ മരിക്കും. അപ്പോൾ അവന്റെ അവിശ്വസ്തതയും പാപവും എന്താണ്? എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ആ യേശു ക്രിസ്തുവിനെ ഞാൻ ആശ്രയിക്കുന്നതിന് പകരം ഞാൻ എൻ്റെ നീതിയെ ആശ്രയിക്കുന്നത്, അത് ഒന്നിനും കണക്കാക്കപ്പെടുകയില്ല.